ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ കൂടാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ഗർഭിണികളായിട്ടുള്ള അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങൾ ജനിച്ച അമ്മമാരുണ്ട്. ഗർഭിണികളായ അമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ലൈഫിൽ 1, 2 അതായത് മാക്സിമം 3 ആ ഒരു ടൈമിൽ മാത്രം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് അമ്മയാകുക എന്നുള്ളത്. ആ ഒരു ഗർഭിണിയായ പീരീഡിലൂടെ നമ്മൾ കടന്നു പോകുക എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ പല പല എക്സ്പീരിയൻസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ ഒരു കുഞ്ഞ് നമ്മുടെ വയറ്റിലായി നമ്മൾ അറിയുന്ന നിമിഷം, അതേപോലെ തന്നെ നമ്മൾ ആദ്യമായി ഡോക്ടറെ കാണാൻ പോകുന്ന നിമിഷം, ഫസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന നിമിഷം, പിന്നെ ഓരോ തവണ സ്കാനിങ്ങിൽ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കൈ നോക്കുക, കാല് കാണാൻ വേണ്ടി നമ്മൾ നോക്കുക. അതേപോലെ തന്നെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ പ്രഗ്നൻസിയുടെ പ്രോഗ്രസ് അവർ നമ്മളോട് ഷെയർ ചെയ്യുന്ന നിമിഷങ്ങൾ, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തോന്നണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ബാക്കി നമ്മൾ മാനസികമായിട്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേണ്ട ടൈമാണ്. അത് ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ, നിങ്ങളുടെ പേരൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്സ് ആവാം, അവരോടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു സ്ത്രീ അവരുടെ പ്രഗ്നൻസി പീരീഡിൽ നല്ല മാനസികമായിട്ട് സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ, അതായത് ഫ്യൂച്ചറിലും അതിന്റെ പ്രഗ്നൻസിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും വർക്കിലുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല. നമ്മൾ ഭയങ്കര മെന്റൽ പ്രഷറിലാണെങ്കിൽ കൂടെ അത് നമ്മളെയും നമ്മുടെ ആരോഗ്യത്തിനെ, നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിനെ അത് ബാധിക്കും. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരും, നിങ്ങളൊരു ഗർഭിണിയെ കാണുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് വരുന്നതായിരിക്കും, അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു ഗർഭിണിയാണെങ്കിൽ കൂടെ നമ്മൾ ആ ഒരു കെയർ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം. നമ്മുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് അങ്ങനെ പെരുമാറിയാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അമ്മമാരായവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പം അത്രയും കാലം എല്ലാവരെയും കെയർ ചെയ്തു, നമ്മുടെ ഡെലിവറി കഴിഞ്ഞു, പിറ്റേന്ന് തൊട്ട് നമ്മൾ വേറൊരാളായിട്ട് മാറുകയാണ്. നമ്മുടെ റുട്ടീൻ എല്ലാം ചേഞ്ച് ചെയ്തു. നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞ് എന്തിനാണെന്ന് അറിയില്ല, കുഞ്ഞ് വെറുതെ കിടന്ന് കരയുന്നു, അതിന്റെ ടെൻഷൻ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പം എപ്പിസോട്ടമിയുടെ ആണെങ്കിൽ, അതൊക്കെ CS ചെയ്യുകയാണെങ്കിൽ അവരുടെ സർജറി, ആ മൂട്ടിലുള്ള പെയിൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടെയാണ് നമ്മളും ആ ടൈമിൽ കടന്നു പോകുന്നത്. അപ്പൊ കുഞ്ഞൊരു പ്രായമായി കഴിഞ്ഞാൽ 6 മാസമായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന അമ്മമാരെല്ലാം പതുക്കെ ജോലിക്ക് പോയി തുടങ്ങും. ആ സമയത്തും ജോലിക്ക് പോയി തുടങ്ങുന്നത് കുഞ്ഞിനെ വിട്ടു പോകുക എന്നുള്ളത് അതും നമുക്കൊരു മെന്റൽ പ്രഷറാണ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്കിന്റെ ഒരു പ്രഷർ വരെയായിരിക്കും നമ്മൾ പോകുന്നത്. വീട്ടിൽ വന്നു കഴിയുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ അതുവരെ എല്ലാവരുടെ അടുത്തും നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഈ പിള്ളേർ നമ്മളെ കാരണം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ കണ്ടു കഴിയുന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ സ്വഭാവം എല്ലാം മാറും. പിന്നെ അവർക്ക് ഫീഡ് ചെയ്യണം, അവരുടെ കൂടി ഇരിക്കണം, അല്ലെങ്കിൽ വെറുതെ കരയുക, ആ ഒരു പ്രഷറിൽ കൂടെ നമ്മൾ കടന്നു പോകും. ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ വഴക്കെല്ലാം പറഞ്ഞ് നമ്മളിവരെ ഫുഡ് കൊടുത്ത് കിടത്ത് ഉറക്കി കഴിയുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം ഇത്രയും നേരം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഈ വഴക്ക് പറയാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ള സങ്കടം. അത് ഇതുപോലുള്ള പല ഒരു മെന്റൽ പ്രഷറിൽ കൂടാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അതൊന്നുമില്ലാതെ നമ്മൾ പിന്നൊരിക്കലും ആലോചിക്കും കുട്ടികൾ വളർന്നു വലുതായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പീരീഡ് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ആലോചിക്കണമെങ്കിൽ നമ്മുടെ ഈ പീരീഡ് നമ്മൾ ചെറിയ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാവും. എന്നിരുന്നാലും അത് സന്തോഷത്തോടു കൂടി നമ്മൾ ആലോചിക്കണമെങ്കിൽ നമുക്കൊരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ട്, നമ്മളൊരു വർക്ക് ചെയ്യാൻ പോകും, നമ്മൾ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യും, അപ്പോഴാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും, നമ്മൾ ജോലി ചെയ്യാൻ വരുന്ന സ്ഥലത്ത് അവർക്ക് ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് നോക്കണം, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ എന്തായാലും ഉണ്ടാവണം. ഞാൻ പറയുന്നത് നമ്മൾ കൂടെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള അമ്മമാരെ നമ്മൾ കെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പീരീഡ് നമുക്ക് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്റെ കൺസെപ്റ്റിൽ ഒരാൾ അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കുഞ്ഞിനെയും നമുക്ക് താലോലിക്കാനും ഓമനിക്കാനും, അതായത് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ്, അവരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് താലോലിക്കാനും ഓമനിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഏതൊരു സ്ത്രീയും അമ്മയാണ്. ഇപ്പം പ്രസവിക്കണം എന്നില്ല, നമുക്ക് ഏതൊരു കുഞ്ഞുങ്ങളെ കണ്ടാലും സ്നേഹിക്കാൻ കഴിയുന്ന ഏതൊരു സ്ത്രീയും അമ്മയായിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രം സ്നേഹിക്കില്ല, അങ്ങനെ ചില അമ്മമാരുണ്ട്. ബാക്കി കുഞ്ഞുങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെ തന്നെ ബാക്കിയുള്ളവരെ ഒരുമാതിരി കണ്ടിട്ട് നമ്മുടെ അങ്ങനെ സ്നേഹിക്കാനും പാടില്ല. സ്നേഹിക്കുകയാണോ ഒക്കെ നമ്മുടെ മക്കളോട് നമുക്ക് എന്തായാലും ഒരു അടുപ്പം കൂടുതലുണ്ടാകും, എന്തായാലും ഉണ്ടാകണം. എല്ലാ കുഞ്ഞുങ്ങളെ ഒരേപോലെ കാണാൻ സാധിക്കുന്ന സ്ത്രീകളെയാണ്, അത് പ്രസവിക്കണമെന്ന് പോലും ഇല്ല, അങ്ങനെ കാണാൻ പറ്റുന്ന എല്ലാ സ്ത്രീകളും അമ്മമാരാണ്.
അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ല അമ്മമാരാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അമ്മ താരാട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വന്ന എല്ലാ അമ്മമാരെയും, ഗർഭിണികളായിട്ടുള്ള അമ്മമാരെയും പ്രസവത്തിന് ശേഷം എത്തിയിട്ടുള്ള അമ്മമാരെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഐശ്വര്യ സുരേഷ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഒരു അമ്മയാകാന്ന് പറഞ്ഞൊരു നീണ്ട പ്രക്രിയയാണ്. ഇതിൽ നമ്മളെ എല്ലാ കുറെ അല്ലാത്ത കാര്യങ്ങൾ അക്യുപങ്ചർ അങ്ങനെ പല ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിലൊരു കെയർ വേണ്ട ടൈമാണ് പ്രഗ്നൻസി ഡെലിവറി എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ അതിന് വെൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഈ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് എല്ലാവർക്കും പേടിയും ടെൻഷനും ഉള്ള ഒരു വിഭാഗമാണ്. എങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആവും, നമ്മളെപ്പോഴും ടെൻഷൻ ആവുന്ന ഒരു വിഭാഗം ഡോക്ടേഴ്സാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും 24 മണിക്കൂർ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടൊരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ വത്സല മാഡം, അതുപോലെ തന്നെ ജെസിനെറ്റ് മാഡം, അതുപോലെ അപർണ മാഡം, ഇവരെ 3 പേരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ടിന് അവർ 3 നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ആരോഗ്യത്തിനേക്കാൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ മക്കളുടെ ആരോഗ്യത്തെ കുറിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും എപ്പോഴും അവർക്ക് കെയർ ചെയ്യാനും 24 മണിക്കൂറും നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് വിഭാഗമുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സായ ഡോക്ടർ അലീന, ഡോക്ടർ ഷൈസി, അവരെ 2 പേരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുമ്പോഴാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണുന്നത്. അപ്പം ഈ പ്രോഗ്രാം ഇങ്ങനെയൊരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനെയും ഞാനിതേ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു ഹോസ്പിറ്റല് അമ്മമാർക്കും ന്യൂബോൺസിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതായിട്ട് അറിയുന്നത്. അപ്പൊ അത് മെഡിറ്ററേനിയയുടെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് തോന്നും. ഇപ്പം 2ാമത്തെ തവണയാണെന്നും കൂടെ കേട്ടു അമ്മ താരാട്ട്. അപ്പം മുന്നോട്ടുള്ള കാലങ്ങളിലും ഇതുപോലുള്ള പരിപാടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഗസ്റ്റ് ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-15 ദിവസം മുന്നേ വരെ ഞാൻ ഇവിടെ ഒരു ബൈസ്റ്റാൻഡർ ആയിരുന്നു. എൻ്റെ അച്ഛൻ പേഷ്യൻറ്റും. ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് അറിയില്ല. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും കുറച്ച് പേരോട് നന്ദി പറയണം എന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. എൻ്റെ അച്ഛനെ ഒരു കുറച്ച് നാൾ മുന്നേ, ഒരു 10-15 ദിവസം മുന്നേ, കറക്റ്റ് വന്നൊരു മെയ് 20 ആയപ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കാർഡിയക് അറസ്റ്റായിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ സ്ഥലത്തില്ലായിരുന്നു അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. രാത്രി ഒരു 12-12:30 ആയപ്പോഴാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നത്. ഞങ്ങള് വാദങ്ങൾ നിൽക്കായിരുന്നു, ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ഫാമിലിയൊക്കെ. അപ്പം രാത്രി ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾക്കൊരു കോൾ വരുന്നു. ഐശ്വര്യയുടെ അച്ഛന് വയ്യാണ്ട് ശ്വാസമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണം എന്ന്. അപ്പം ചെറിയൊരു ശ്വാസം മുട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ. അപ്പോഴേ ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ എന്താണോ അത് തന്നെ എൻ്റെ മനസ്സിലൂടെ പോയത്. ആ സമയം തന്നെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി ഒരു 4:45-5 മണിയായപ്പം വെളുപ്പിനെ ഇവിടെ എത്തി നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ വെന്റിലേറ്ററിലാണ്, ഫുൾ മെഷീൻ സപ്പോർട്ടിൽ. അതിനു മുന്നേ തലേന്ന് രാവിലെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് പോവാണ്. ഭയങ്കര സന്തോഷത്തില്, ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു എൻ്റെ അച്ഛൻ ഇരുന്നത്. അടുത്ത ദിവസം ഞാൻ ഇവിടെ വന്നപ്പം എൻ്റെ അച്ഛനെ കാണുന്നത് ഫുൾ മെഷീൻ സപ്പോർട്ടിലാണ് അച്ഛനെ കാണുന്നത്. ഭയങ്കര ഷോക്കായിപ്പോയി. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആ ഒരു സിറ്റുവേഷൻ. ഇതിനു മുന്നേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുമില്ല. അപ്പം എന്തോ എനിക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പം ഭയങ്കര പേടിയാണ്. കാര്യം അവർ നമ്മളെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റൽസിനെ പറ്റി. കാര്യം നമ്മൾ സിനിമയിൽ കാണുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ. ചേച്ചി അമ്പലത്തിലൊക്കെ പോയിട്ട് പൂജയൊക്കെ ചെയ്തുകൊണ്ട് വന്നു. അപ്പൊ അതൊക്കെ ഒരു ഹോസ്പിറ്റലിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് എന്ന് വെച്ചാൽ നമുക്കതൊരു ഹോസ്പിറ്റലായിട്ട് അതുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് നമ്മുടെ ഒരു വീട് പോലൊക്കെയാണ് എനിക്ക് ആക്ച്വലി മെഡിറ്ററേനിയൻ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പം വരാൻ തന്നെ എനിക്ക് ഒരു
സന്തോഷമില്ലായിരുന്നു. അപ്പം എന്താ അത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മനസ്സിനും ഒരു ശരീരത്തിനും ഉടമയായ ഒരു അമ്മയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും ആരോഗ്യത്തോടെ അതിനെ വളർത്താനും അതിന് സ്നേഹവും സന്തോഷവും കൊടുത്ത് കുടുംബത്തിനും സമൂഹത്തിനും ഉതകുന്ന ഒരു കുട്ടിയായിട്ട് വളർത്താനും പറ്റും. അതിനുള്ള എല്ലാ സിറ്റുവേഷൻസും ഇപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് തൊട്ട് ഇവിടെ എന്തിനും സമീപിക്കാം മെഡിക്കൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ തൊട്ട് തുടങ്ങാം. എന്ത് കോംപ്ലിക്കേഷനുള്ള ഗർഭമാണെങ്കിലും അതിന് സമയാസമയത്തുള്ള സ്കാനിങ് ആയാലും കൺജനിറ്റൽ അനോമലീസ് കണ്ടുപിടിക്കാനായാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായാലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കേണ്ട, പേടിച്ച് നിൽക്കേണ്ട. ഇതൊരു ആശുപത്രി എന്നുള്ള വിദ്യാർത്ഥിയെ കളഞ്ഞിട്ട് ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള പ്രതീതിയോടെ ധൈര്യമായിട്ട് ഏവർക്കും വരാം. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പം 4 ഗൈനക്കോളജിസ്റ്റ് നമുക്കുണ്ട്. 24 hour ഫെസിലിറ്റി ഉണ്ട്. എപ്പോഴും തന്നെ ഏത് സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നാലും കാണാനായിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ജെസ്സി, ഡോക്ടർ അപർണ, ഇവരെല്ലാം സീനിയേഴ്സാണ്. പിന്നെ നമ്മുടെ പഴയ ഡോക്ടർ പ്രീതിയും ഞാനും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുമുണ്ട്. 24 hour ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ഡോക്ടർ അപർണ ഇവിടെ ഉണ്ട്. എല്ലാവരും എപ്പോഴും സേവനത്തിന്, അതായത് നിങ്ങളുടെ ശരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യണം എന്നുള്ള ഇതിലാണ്. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൊല്ലത്ത് NABH അക്രഡിറ്റേഷൻ കിട്ടിയ ഫുൾ NABH അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ നമ്മുടെ ഇതാണ്. എന്താണ് NABH എന്ന് വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് ഒരു രോഗിയിൽ നിന്ന് വേറൊരാൾക്ക് ഇൻഫെക്ഷൻ വരത്തില്ല. അപ്പം 100% ഉറപ്പോടെ നിങ്ങൾക്ക് ഇവിടെ പറയാം. അതേപോലെ നമുക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് കമ്പാനിയൻഷിപ്പ് ഏർപ്പെടുത്തിയ കൊല്ലത്തെ ആശുപത്രിയില്ല. കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണി പ്രസവത്തിന് വന്നാൽ അവരുടെ കൂടെ ഭർത്താവിനെ അല്ലെങ്കിൽ അമ്മയെ കൂടിയിരുത്താനും തടവിത്തരാനും എന്തിനും വേണ്ടി അതിന് സന്നദ്ധമായ കമ്പാനിയൻഷിപ്പ് 10 വർഷം മുമ്പേ തുടങ്ങി ആദ്യത്തെ ഹോസ്പിറ്റലിലാണ്. ഇപ്പം പല ഹോസ്പിറ്റലുകാരും അതിന് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കർട്ടനിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ലേബർ സ്യൂട്ട് വരെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രസവിച്ചു പോയവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇവിടെ നമ്മുടെ ഐശ്വര്യ പറഞ്ഞ കണക്ക് ഒരു കുടുംബ അന്തരീക്ഷമാണ്. അതായത് നിങ്ങൾക്ക് ആർക്കും ഇതൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നത്തില്ല. എല്ലാവരും നമ്മുടെ നേഴ്സിംഗ് സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയാലും അത് ഞങ്ങളുടെ എൻ്റെ കൂടെ നിൽക്കുന്ന ഗിരിദേവിനി തുടങ്ങി എല്ലാവരും തന്നെ വളരെ സ്നേഹമായിട്ടും കരുതലോടെയും ആണ്. സഹോദരങ്ങളെ കണക്കാണ് നിങ്ങളെ കാണുന്നതും എന്താവശ്യത്തിനും. അപ്പം നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു സാധാരണ വലിയ ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രസവ മുറി കയറ്റിയ വിവരങ്ങളൊന്നും അറിയത്തില്ല, നിങ്ങളുടെ കൂടെ ഉള്ളവരെ കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള ടെൻഷനൊന്നും വരത്തില്ല. അപ്പം ഏറ്റവും പിന്നെ പാക്കേജ് സിസ്റ്റവും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പാക്കേജ് സിസ്റ്റം എല്ലാം എന്തിനെന്ന് വെച്ചാൽ ഇതിൽ ഹിഡൻ ഇതൊന്നുമില്ല. വെച്ചാൽ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻഡിവിജ്വൽ കെയർ കിട്ടത്തക്ക വിധത്തിൽ, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കെയർ കിട്ടത്തക്ക വിധത്തിൽ തന്നെ അതിൻ്റെ ചികിത്സാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം. ഇപ്പം വന്നു ചേർന്ന അമ്മമാരും ഗർഭിണികളെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആ കാലഘട്ടം സുഗമമാക്കാൻ വേണ്ടി മെഡിട്രീനയുടെ മദർ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മളിവിടെ ഒരു ഹെൽത്ത് കാർഡ്, പ്രിവിലേജ് കാർഡ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ പേര് നമ്മൾ നൽകിയിരിക്കുന്നത് മാതൃസ്പർശം എന്നാണ്. അപ്പം ഈ ഒരു കാർഡ് ഇവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വർഷം തൊട്ട്. അപ്പം പീഡിയാട്രിക് കൺസൾട്ടേഷൻ ആയാലും ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആയാലും അതുപോലെ തന്നെ വാക്സിനേഷൻ ആയാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ഈ കാർഡിലൂടെ നൽകുന്നതാണ്. അപ്പം ഇതിപ്പോ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് 3ാമത്തെ വർഷമാണ്. അപ്പം ഇതിന്റെ 2ാമത്തെ അമ്മത്താരാട്ടാണ്. അപ്പം ഒരു കുഞ്ഞ് നമ്മൾ ഗൈനക്കോളജിസ്റ്റ് സിസേറിയനായാലും സുഖപ്രസവമായാലും കുഞ്ഞിനെ ആദ്യമായിട്ട് കയ്യിലോട്ട് തരുന്ന നമ്മുടെ പീഡിയാട്രിക് സ്റ്റാഫ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യന്റെ കയ്യിലാണ്. ആ ഒരു നിമിഷം തൊട്ട് ഇപ്പോൾ ഓരോ പ്രാവശ്യം കുഞ്ഞ് ഫോളോ അപ്പിന് വരുമ്പോൾ അതിന്റെ ചിരിക്കുന്നതും അത് ഇരിക്കുന്നതും നടക്കുന്നതും വർത്താനം പറയുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചാഘട്ടവും കാണുന്ന പോലത്തെ ഒരു കുളിർമയും സന്തോഷവും നിർവൃതിയാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ ഗർഭിണികളായ അമ്മമാരുണ്ട്,
അതായത് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ലാത്ത അമ്മമാരുണ്ട്. അപ്പൊ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കുഞ്ഞു ജനിച്ച് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് മുലയൂട്ടുന്നത്. അപ്പൊ ഒരു കുഞ്ഞു ജനിച്ച് നമുക്ക് എത്രയും നേരത്തെ മുലയൂട്ടൽ ആരംഭിക്കാമോ അത്രയും നേരത്തെ തന്നെ മുലപ്പാൽ നമ്മൾ കുഞ്ഞിന് നൽകേണ്ടതാണ്. ഒരു മിനിമം ഒരു 2 മണിക്കൂർ ഇടവേളകളിലെങ്കിലും മുലപ്പാൽ നൽകേണ്ടതാണ്. ആ ഒരു നമ്മളിപ്പോ ഫീഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു വശം ബ്രസ്റ്റില് ഒരു 15-20 മിനിറ്റ്സ് എങ്കിലും സക്ക് ചെയ്യിപ്പിക്കണം. കാരണം ആദ്യം വരുന്ന മുൻപാലില് ജലാംശം മാത്രമേ ഉള്ളൂ, അത് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ വരുന്ന പിൻപാലാണ് കുഞ്ഞിന്റെ തൂക്കം കൂട്ടുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു 15-20 മിനിറ്റ്സ് സക്ക് ചെയ്യിപ്പിക്കുക. പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് 6 മാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രമേ നൽകേണ്ട ആവശ്യമുള്ളൂ. കാരണം എല്ലാ ഘടകങ്ങളും കുഞ്ഞിന്റെ ആദ്യത്തെ വാക്സിനേഷൻ ആണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ നമുക്ക് അറിയാം മിക്ക മദേഴ്സും വർക്കിംഗ് ആണ്. അപ്പൊ അവർക്ക് 6 മാസം വരെ മെറ്റേണിറ്റി ലീവ് കിട്ടണം എന്നില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് മുലപ്പാൽ പിഴിഞ്ഞിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒരു 6-8 മണിക്കൂർ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലാണെങ്കിൽ 24 മണിക്കൂർ വരെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ അത് നമുക്ക് പിന്നീട് തണുപ്പ് മാറ്റിയിട്ട് കുഞ്ഞിന് നൽകാവുന്നതാണ്. ഇതാണ് ഒരു മുലയൂട്ടലിനെ സംബന്ധിച്ച്. പിന്നെ വരുന്ന കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടാണ് കുഞ്ഞിനെ എപ്പോഴാണ് നമുക്ക് കുളിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം പുക്കിൾക്കൊടി വീണ് ഏകദേശം ഒരു 2.5 കിലോ തൂക്കം എത്തുമ്പോൾ നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നതാണ്. പിന്നെ സ്കിൻ കെയർ, ഇപ്പം എല്ലാവരും ചോദിക്കും ഏത് പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് സോപ്പാണ് യൂസ് ചെയ്യേണ്ടത്. യൂഷ്വലി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പൗഡറും കൺമഷി അങ്ങനത്തെ ഒന്നും അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം അതുവഴി കുഞ്ഞിന് സ്കിൻ അലർജിയും ചില കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാക്കാം. അപ്പം ഏറ്റവും നല്ല നമ്മുടെ വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നല്ലൊരു മോയിസ്ചറൈസർ ആണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന്റെ സ്കിൻ ഡ്രൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ കുത്തിവയ്പ്പുകൾ, ജനിച്ച ഉടനെ നമ്മൾ കുത്തിവയ്പ്പുകൾ നൽകുന്നത് 3 വാക്സിനേഷൻ ആണ്. അത് എല്ലാ കുഞ്ഞുങ്ങളും നമ്മൾ ഇവിടെ ജനിക്കുമ്പോൾ തന്നെ നൽകുന്നുണ്ട്. BCG, പോളിയോ, ഹെപ്പറ്റൈറ്റിസ്. പിന്നീട് അതിനുശേഷം വരുന്ന നമ്മളെ വാക്സിനേഷനൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരു ബർത്ത് കാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ജനിച്ചിട്ട് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ തരും. അപ്പൊ അതിൽ കറക്റ്റ് ഏതൊക്കെ ഡേറ്റിലാണ് വാക്സിനേഷൻ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഗവൺമെന്റിലും പ്രൈവറ്റിലും വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ അതിൽ ചില കുഞ്ഞുങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചില ഓപ്ഷണൽ വാക്സിൻസ്, അതായത് ചിക്കൻ ബോക്സ്, ഹെപ്പറ്റൈറ്റിസ് അങ്ങനത്തെ കുറെ അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ട വാക്സിൻസ് ആണ്. അപ്പൊ അതും കൃത്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയിൽ അസുഖം വരുന്നതിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ ജനിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം ഹിയറിംഗ് സ്ക്രീനിങ്ങും ന്യൂ ബോൺ സ്ക്രീനിങ്ങും ചെയ്യാറുണ്ട്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേൾവി സംബന്ധമായിട്ട് ജനിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മളിവിടെ ജനിച്ച് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ചെയ്യും. അതുപോലെ തന്നെ ന്യൂ ബോൺ സ്ക്രീനിങ്, അതായത് തൈറോയിഡ് സംബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അതുപോലെ തന്നെ ജനിതകപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത് വഴി സഹായിക്കും. പിന്നെ വരുന്നൊരു ഡൗട്ടാണ് നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ് കൊടുക്കണോ കുഞ്ഞുങ്ങൾക്കെന്ന്. യൂഷ്വലി നമ്മൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് മാത്രം 1 വയസ്സ് വരെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് സാധാരണ എല്ലാ അമ്മമാരും ചോദിക്കുന്ന സംശയങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാതെ പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് അവസരത്തിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അപ്പൊ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ആരോഗ്യപ്രദമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വേറൊരു പദ്ധതി, അതുമായിട്ടാണ് നമ്മൾ മെഡ്രീന ഹോസ്പിറ്റൽ ഇപ്പൊ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ ഈ കാർഡിന്റെ പേരാണ് താലോലം. ഈ കാർഡിന്റെ പ്രിവിലേജസ് എന്ന് പറയുന്നത് ഈ കാർഡ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള തുടർച്ചയുള്ള 5 വർഷങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് OPD കൺസൾട്ടേഷൻ 100 രൂപ ഫീസിലും, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ലാബ് ടെസ്റ്റുകൾക്ക് 10% ഇളവും, അതുപോലെ IP അഡ്മിഷൻ വേണ്ടി വരുന്ന കേസിൽ അതിന് മാന്യമായിട്ടുള്ള റിഡക്ഷൻ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ സ്പെഷ്യൽ വാക്സിനേഷൻസിന് അതിനും റിഡക്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഇതേ കാർഡ് തന്നെ നമ്മൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സ്കൂളുകളിലും ഒരു ഹെൽത്ത് ക്യാമ്പ് നടത്തുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഈ കാർഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കും ഇതിന്റെ പ്രിവിലേജസ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്നും ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും എന്നുള്ള പ്രത്യാശയോട് കൂടി ഞാൻ ഈ കാർഡ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് വേറെ മാറ്റേഴ്സ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം അവധിയെല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമായിരിക്കും അല്ലേ. അപ്പം ഇത്രയും ഈ 2 മാസം വീട്ടിൽ തന്നെ ഇരുന്ന് അധികം ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ പുതിയ ഇൻഫെക്ഷൻസിനോട് അവർ എക്സ്പോസ്ഡ് ആവുകയാണ്.
അതുകൂടാതെ മഴ സീസണാണ്, മൺസൂൺ സീസൺ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ആയിട്ട് ക്ലസ്റ്റർ ഓഫ് കേസസ് ഓഫ് ഇൻഫെക്ഷൻസ് വരുന്ന ഒരു സമയമാണ്. അപ്പൊ എല്ലാവരും ജാഗ്രത പുലർത്തുക. എല്ലാവരും കോമൺലി വരുന്ന ഇൻഫെക്ഷൻസ് ഈ സമയത്ത്, അതായത് ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻസ്, ഡെങ്കിപ്പനി, അതുപോലെ വയറിളക്ക രോഗങ്ങൾ, അപ്പൊ ഇതിന്റെ എല്ലാം സിംറ്റംസും ഡേഞ്ചർ സൈൻസും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് നമ്മളും ഇതിന്റെ എല്ലാം ഡേഞ്ചർ സൈൻസ് അറിഞ്ഞ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആദ്യം തന്നെ അസുഖത്തിന്റെ തുടക്കം തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ മെഡിക്കൽ കെയറിൽ കൊണ്ടുവരിക, നമ്മളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ 24 മണിക്കൂറും എമർജൻസി സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ശ്വാസമുട്ട്, അലർജി, അതുപോലെ ഇതിനു മുന്നേ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുക്കാൻ മറക്കണ്ട. നമുക്കതും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളെ ഏതൊരു ഘട്ടത്തിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യം ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുന്നതാണ്.